പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നിറഞ്ഞ സ്നേഹത്തോടെ അമ്മയുടെ മക്കളിതാ ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ കണ്ട് അമ്മ സ്വർഗം തുറന്ന് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരേണമേ. ഞങ്ങളെ സഹായിപ്പാനായി ഈ ഭൂമിയിൽ ആരുമില്ല. അമ്മേ മാതാവേ, ഞങ്ങൾ അമ്മയിലാണ് ആശ്രയം വെക്കുന്നത്. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിത പ്രയാസങ്ങളിൽ ഞങ്ങൾക്ക് താങ്ങായി അമ്മ കൂടെ നിൽക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കടബാധ്യതകളെ ഏറ്റെടുക്കണമേ. കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അമ്മേ മാതാവേ, രോഗികളായ മക്കളെ ഏറ്റെടുക്കണമേ. രോഗക്കിടക്കയിലായി പോയവർക്ക് ആശ്വാസം നൽകണമേ. എല്ലാവിധ രോഗപീഠകളിൽ നിന്നും ഓരോ മക്കളെയും വിടുവിക്കണമേ. അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ മക്കളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. അമ്മേ മാതാവേ, ആ മക്കൾക്ക് ആവശ്യമായ സാമ്പത്തികം അമ്മ എത്തിച്ചു കൊടുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് അവരുടെ വേദനകൾ മനസ്സിലാക്കി അവരെ സഹായിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്കുള്ളവയിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കുവാനും അവരുടെ വേദന നിറഞ്ഞ സാഹചര്യത്തിൽ അവരോടൊപ്പം നിന്ന് അവരെ ആശ്വസിപ്പിക്കുവാനും അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തെ ഞങ്ങളിതാ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന എല്ലാവിധ രോഗാവസ്ഥകളും കടബാധ്യതകളും പ്രയാസങ്ങളും കണ്ണുനീരും ദുഃഖവും എല്ലാം മാറ്റി ഞങ്ങളുടെ കുടുംബത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. അമ്മേ മാതാവേ, കുടുംബത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികൾ തമ്മിൽ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും സന്തോഷത്തോടും കൂടി ജീവിപ്പാൻ അമ്മ ഓരോ മക്കളെയും പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. തിരുക്കുടുംബത്തിൻ്റെ വിശുദ്ധ നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേസുകളിലും മറ്റും അകപ്പെട്ട് പ്രയാസത്തിൽ കഴിയുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ദൈവം യോജിപ്പിച്ച കുടുംബങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഒരു ദുഷ്ടശക്തി പോലെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ. പരസ്പര സ്നേഹത്തോടെയും ക്ഷമയോടും കൂടി ജീവിതത്തിലുണ്ടാവുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി ഓരോ മക്കൾക്കും കൊടുക്കണമേ. അമ്മേ മാതാവേ, ഈ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒന്നും ഞങ്ങളുടെ നാശത്തിനല്ല, ഞങ്ങളുടെ ക്ഷേമത്തിനായി ദൈവം ഞങ്ങൾക്ക് നൽകുന്നതാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ കൈവിടരുതേ. കുടുംബജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ കാത്തു പരിപാലിക്കണമേ. അനേകം മക്കൾക്ക് മാതൃകയുള്ള മക്കളായിരിക്കാൻ ഞങ്ങളുടെ മക്കളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ. നല്ല മക്കളായി ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ അവരെ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ കാത്തു പരിപാലിക്കണമേ. എല്ലാവിധ രോഗാവസ്ഥകളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. അവർക്ക് ആയുസ്സും ആരോഗ്യവും നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ, വർക്ക് വിസയൊന്നും ലഭിക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. പ്രതീക്ഷയോടെയാണ് ഓരോ മക്കളും അന്യദേശങ്ങളിലേക്ക് പോകുന്നത്. ആ ദേശത്ത് പോയി നിന്റെ മക്കൾ ഒന്നുപോലും കണ്ണീരൊഴുക്കുവാൻ അമ്മ അനുവദിക്കരുതേ. ശക്തമായി ഇടപെടണമേ. ആ മക്കളെ എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതമായി അമ്മ കടന്നു ചെല്ലണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നാട്ടിലേക്ക് തിരികെ വരാനായി ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരാഗ്രഹിക്കുന്നത് പോലെ സ്വന്തം കുടുംബത്തോടൊപ്പം വാഴുവാൻ തക്കവിധം അവരുടെ ജീവിതങ്ങളെ അമ്മ ഒരുക്കണമേ. അവരാഗ്രഹിക്കുന്നത് പോലെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുവാനുള്ള എല്ലാ മാർഗങ്ങളും തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ ശമ്പളം പോലും ലഭിക്കാതെ
ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കണമേ. അവരുടെ ആവശ്യ നേരത്ത് അമ്മ കൂടെ ഇരുന്ന് അമ്മ മുൻപിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ജോലി നഷ്ടപ്പെട്ട് ഹൃദയം തകർന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതമായി അമ്മ കടന്നു ചെല്ലണമേ. നഷ്ടപ്പെട്ടു പോയ അവരുടെ ജോലിയെ അവർക്ക് തിരികെ കൊടുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, നിന്റെ മക്കൾ ഓരോരുത്തരും ജോലി പ്രതീക്ഷിച്ച് പലവിധ പരീക്ഷകൾ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുക്കണമേ. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവരുടെ വിളിക്കായി കാത്തിരിക്കുന്ന മക്കൾക്ക് അമ്മ നല്ല ജോലി കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ പാപികളാണ്, ഏഴകളാണ്. ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട്. അതൊന്നും നോക്കാതെ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പാപത്തിൻ്റെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അമ്മയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല. അമ്മേ മാതാവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചവരിൽ അമ്മയുടെ മകനല്ലാതെ മറ്റാരും പാപമില്ലാത്തവരായിട്ടില്ല. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ തെറ്റുകളോ ഒന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനോട് അമ്മ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ. ഈശോനാഥ, ഹൃദയം തകർന്ന് ഞങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി കടന്നു വരണമേ, അത്ഭുതമായി കടന്നു വരണമേ. ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ മൗനമായി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, നിന്റെ മക്കൾ കണ്ണീരോടെ നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് തിരുക്കുമാരന് കാണിക്കയായി സമർപ്പിച്ച് അമ്മ ശക്തമായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.